മറ്റ് പല പണ്ടത്തെ ഇഞ്ചക്ഷനും ഒക്കെ വളരെ 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 അപൂർവമായിട്ടേ ഇപ്പോൾ ലഭിക്കാറുള്ളൂ. ഇപ്പോൾ രാസലഹരിയുടെ പിന്നാലെയാണ് നമ്മുടെ യുവതലമുറ കൂടുതലും പോകുന്നത്. അതുപോലെ കഞ്ചാവിനെ പറ്റിയുള്ള കുട്ടികളുടെ ഇടയിലുള്ള ഒരു അവയർനെസ് തന്നെ വളരെ അപകടകരമായ ഒരു കാര്യമാണ്. കഞ്ചാവിനോട് നല്ലൊരു വസ്തുവില്ല, അത് വളരെ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന സാധനമാണ്, നാച്ചുറൽ സാധനമായതുകൊണ്ട് ഒരിക്കലും ആരോഗ്യത്തിന് ഹാനികരമല്ല തുടങ്ങിയ വാദങ്ങളൊക്കെ ഉയർത്തിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ കഞ്ചാവ് ഉപയോഗിക്കുന്ന സൗത്ത് ഇന്ത്യൻസിലാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. സൗത്ത് ഇന്ത്യൻസിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളിൽ 92% ആളുകൾ വിത്തിൻ 3 years സൈക്യാട്രിക് പ്രോബ്ലം ഡെവലപ്പ് ചെയ്ത് അതുമായിട്ടാണ് മിക്കവാറും കാണുന്നത്. അപ്പം ഞങ്ങൾക്കിവിടെ ഒരു വാർഡ് തന്നെയുണ്ട്, 26 ബെഡിൻ്റെ ഒരു വാർഡ് തന്നെയുണ്ട്. ഈ കഞ്ചാവ് ഉപയോഗിച്ചതുകൊണ്ട് അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിച്ചതുകൊണ്ട് സൈക്യാട്രിക് സിംറ്റംസ് ഉണ്ടായ ആളുകളെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അതെല്ലാം നോക്കിയാൽ 25 വയസ്സ് താഴെയുള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഉണ്ടായിക്കഴിഞ്ഞു. അത് പണ്ട് ഉണ്ടായിരുന്ന ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം ഇപ്പോൾ ആവശ്യമുണ്ട്. അവരോട് സംസാരിക്കുന്ന ഭാഷ പോലും വ്യത്യാസമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സത്യം. അപ്പോൾ അതൊരു വലിയ ചേഞ്ചാണ് ഈ ഏരിയയിൽ.